പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന 5 തലകളുള്ള ബ്രഹ്മാവിന്റെ വാക്കുകൾക്ക് ഒരിക്കൽ അഹങ്കാരത്തിന്റെ നിറം കലർന്നു. സത്യത്തെ മറന്ന് അദ്ദേഹം ഒരു നുണ പറഞ്ഞു. ആ അസത്യം കേട്ട് പ്രപഞ്ചത്തിന്റെ സംഹാരമൂർത്തിയായ ശിവന്റെ 3-ാം കണ്ണ് കോപത്താൽ ജ്വലിച്ചു. ശിക്ഷ അതിവേഗമായിരുന്നു. നുണ പറഞ്ഞ ആ 5-ാം ശിരസ് അദ്ദേഹം തന്റെ വിരലുകൾ കൊണ്ട് വേർപെടുത്തി. എന്നാൽ ചെയ്ത കർമ്മത്തിന് ഫലമനുഭവിക്കാതെ ദേവന്മാർക്കുപോലും രക്ഷയില്ലല്ലോ. ആ നിമിഷം ആ ശിരസിന്റെ കപാലം ഒരു ശാപമായി ശിവന്റെ ഇടംകൈയിൽ പറ്റിച്ചേർന്നു. അതൊരു സാധാരണ പാത്രമായിരുന്നില്ല, അതൊരു വറ്റാത്ത വിശപ്പായിരുന്നു. ഒരിക്കലും തീരാത്തൊരു പാപത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. അതോടെ തുടങ്ങി ആ യാത്ര. ദേവന്മാരുടെ രാജാവും യോഗികളുടെ ഈശ്വരനുമായവൻ ഒരു ഭിക്ഷാടകനായി മാറി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കാടുകളിലും അദ്ദേഹം അലഞ്ഞു. പലരും ഭിക്ഷ നൽകി. സ്വർണവും വെള്ളിയും രത്നങ്ങളും ആ പാത്രത്തിൽ വീണു. പക്ഷേ വീഴുന്നതെല്ലാം ശൂന്യതയിൽ അലിഞ്ഞുപോകുന്നതുപോലെ ആ കപാലം മാത്രം നിറഞ്ഞില്ല. തന്റെ തന്നെ കോപത്തിന്റെ ഭാരം ചുമന്നുള്ള ഒരു യാത്രയായിരുന്നു അത്. ഒടുവിൽ കാലങ്ങളായി അലഞ്ഞു തളർന്ന ശിവൻ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ വിഷ്ണുവിന്റെ സന്നിധിയിലെത്തി. ഒന്നും പറയാതെ ഭിക്ഷയ്ക്കായി തന്റെ ശൂന്യമായ കപാലം നീട്ടി. വിഷ്ണു ശിവന്റെ കണ്ണുകളിലെ ക്ഷീണം വായിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞു, മഹാദേവ, ഈ കപാലം അങ്ങയുടെ കർമ്മഫലമാണ്. ലൗകികമായതൊന്നും ഇതിനെ നിറയ്ക്കില്ല. ഇതിനുള്ള മറുപടി കാശിയിലുണ്ട്. അവിടെ ശക്തിയുടെ ഉറവിടമായ പാർവതി അന്നപൂർണയായി നിലകൊള്ളുന്നു. അന്നമാണ് പ്രപഞ്ചത്തിന്റെ ജീവൻ. ആ ജീവൻ നൽകുന്നവൾക്കേ ഈ പാപഭാരം ഇല്ലാതാക്കാൻ കഴിയൂ. അതൊരു പുതിയ വഴിയായിരുന്നു. ശിവൻ കാശിയിലെത്തി. കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അന്നം വിളമ്പുന്ന അമ്മയുടെ മുന്നിൽ പ്രപഞ്ചനാഥൻ ഒരു യാചകനെപ്പോലെ നിന്നു. അന്നപൂർണാദേവി ഒരു പുഞ്ചിരിയോടെ ഒരു പീട്ടി അന്നം ആ കപാലത്തിലേക്ക് നൽകി. എന്തൊരിന്ദ്രജാലം! ആ നിമിഷം അത് നിറഞ്ഞു കവിഞ്ഞു. നൂറ്റാണ്ടുകളായി കയ്യിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ആ ഭാരം അപ്രത്യക്ഷമായി. കോപം ഒരു ശാപമായതും അന്നം ഒരു അനുഗ്രഹമായതുമായ കഥയാണിത്. ഒരു ദേവന് പോലും തന്റെ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ലെന്നും ഒടുവിൽ സ്നേഹവും കാരുണ്യവുമാണ് ഏറ്റവും വലിയ മോക്ഷമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.